ഇന്ന് മേരെ പ്യാരെ ദേശവാസിയോം എന്ന് പലതവണ പറഞ്ഞുകൊണ്ടാണ് പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യുന്നത്. അതായത് രാജ്യത്തെ മുഴുവൻ ജനങ്ങളെയും അദ്ദേഹം അഭിസംബോധന ചെയ്യുന്നു. പക്ഷേ ജനങ്ങളെ മുഴുവൻ അഭിസംബോധന ചെയ്തുകൊണ്ട് ഒരു മതത്തിന്റെ കാര്യം, ഒരു ദൈവത്തിന്റെ കാര്യം മാത്രമാണ് അദ്ദേഹം ആവർത്തിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഒരു വാചകം അടിമത്തത്തിന്റെ മാനസികാവസ്ഥയിൽ നിന്ന് നിവർന്നു നിൽക്കുന്ന ദിവസം, രാജ്യം നിവർന്നു നിൽക്കുന്ന ദിവസം എന്നാണ്. ഇതുവരെ എന്ത് അടിമത്തമാണ് ഇപ്പോൾ ഈ രാജ്യം അനുഭവിച്ചിരുന്നത്? അല്ല സ്മൃതി, പ്രധാനമന്ത്രിയുടെ ആ പ്രസംഗം കേട്ട ശ്രദ്ധയോടെ അതിന് ചെവി കൊടുത്താൽ സാമാന്യ ബുദ്ധിയുള്ളവർക്ക് ആർക്കും സംശയമുണ്ടാവേണ്ട കാര്യമില്ല. അദ്ദേഹം ഇന്ന് സംസാരിച്ചത് അയോധ്യയിലാണ്. രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാകർമ്മം കഴിഞ്ഞതിന് ശേഷം അവിടെ എത്തിയ ഇന്ത്യയിലെ ടോപ്പ് ബ്രാസ് എന്ന് പറയാകുന്ന വലിയ വൻ പ്രഗത്ഭന്മാരെയാണ് അദ്ദേഹം അഡ്രസ്സ് ചെയ്തത്. അദ്ദേഹം പറഞ്ഞ ഓരോ വാക്കും വളരെ വളരെ ആലോചിച്ചെടുത്തതാണ് എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. അദ്ദേഹം എന്താ അപകടം കാണിച്ചേ? രാമലാല കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് ടെന്റിലാണ് കഴിഞ്ഞിരുന്നത്. അദ്ദേഹത്തിന് ഇപ്പൊ മഹത്തായ മനോഹരമായ ഒരു ക്ഷേത്രം ഉയർന്നിരിക്കുന്നു. അതെന്താ അപകടം അതിലുള്ളത്? വസ്തുതയല്ലേ? കഴിഞ്ഞ 32 കൊല്ലമായിട്ട് അയോധ്യയിൽ എത്തിയിട്ടുള്ളവർക്കൊക്കെ അറിയാം, രാംലാലയുടെ വിഗ്രഹം ഇരുന്നത് ടെന്റിലാണ്. ആ ടെന്റിന്റെ മുകളിലുള്ള ടർപ്പായ മാറ്റാൻ വരെ തടസ്സം നിന്ന സംസ്ഥാന ഭരണകൂടങ്ങൾ യു-പിയിൽ ഉണ്ടായിട്ടുണ്ട്. അതിനൊക്കെ കോടതി കയറേണ്ടി വന്ന ചരിത്രവും നമ്മുടെ മുമ്പിലുണ്ട്. ഇന്നിപ്പോ മനോഹരമായ ഒരു ക്ഷേത്രം അവിടെ രൂപം കൊണ്ടു. അതിന് വഴി തുറന്നത് ആരാണെന്ന് അദ്ദേഹം തന്നെ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്, നീതിപീഠമാണെന്ന്. അതിനുശേഷം ഇന്ന് രാജ്യം കണ്ട ഒരു ചിത്രം എന്താ? നിങ്ങളൊന്നും ഇത് കാണുന്നില്ലെങ്കിൽ എനിക്ക് ദുഃഖകരമെന്നേ പറയാനുള്ളൂ. ഈ നാടും നഗരവും ഇന്ന് ആഹ്ലാദ തിമിർപ്പിലായിരുന്നില്ലേ? റോഡിലും അമ്പലങ്ങളുടെ മുമ്പിലും ഒക്കെ സ്ത്രീകളും കുട്ടികളും പുരുഷന്മാരും ഒക്കെ ഇറങ്ങി നൃത്തം ചെയ്യുന്നത് കണ്ടില്ലേ? 500 വർഷമായിട്ട് നമ്മുടെ നാട്ടിലെ ഭാരതീയരായ ഹിന്ദുക്കള് ആരാധിക്കുന്ന ശ്രീരാമചന്ദ്രന് നേരിട്ടിരുന്ന ഒരു ദുരന്തമില്ലേ? ആ ദുരന്തത്തിന് പരിഹാരമല്ലേ കണ്ടത്? അതൊരു രാജ്യത്തിന്റെ അഭിമാനമല്ലേ? ഒരു രാജ്യത്തിന്റെ അഭിമാന മുഹൂർത്തമല്ലേ? അതിനെ ഈ നിലയില് പുച്ഛത്തോടുകൂടി ആക്ഷേപത്തോടുകൂടി കാണുന്നുണ്ടെങ്കിൽ എനിക്ക് സഹതപിക്കാനേ കഴിയുള്ളൂ. ആക്ഷേപം ഇതൊരു ചരിത്രത്തിന്റെ നിയോഗമാണ്. ഉപയോഗിക്കേണ്ട ഒരു സന്ദർഭമേ അല്ല. എനിക്ക് മനസ്സിലായിടത്തോളം സ്മൃതി ചോദിച്ചത്, അദ്ദേഹം പറയുന്നുണ്ടല്ലോ, അതായത് നരേന്ദ്രമോദി പറയുന്നുണ്ടല്ലോ, നമ്മളൊരു അടിമത്തത്തിലായിരുന്നു, ആ അടിമത്തത്തിൽ നിന്നുള്ള ഉയർച്ചയാണ് ഇന്ന് സംഭവിച്ചിരിക്കുന്നത്. എന്താണ് ആ അടിമത്തം എന്ന വാക്കുകൊണ്ട് നരേന്ദ്രമോദി ഉദ്ദേശിക്കുന്നതായി ശ്രീ KVS ഹരിദാസ് മനസ്സിലാക്കുന്നത്? അതാണ് ചോദ്യം. അല്ല ഉണ്ണി, അവിടെ എന്താ ഉണ്ടായിരുന്നത്? ശ്രീരാമന്റെ ജന്മഭൂമിയാണ്. ആ ശ്രീരാമന്റെ ജന്മഭൂമി അവിടെ ഉണ്ടായിരുന്ന മഹാക്ഷേത്രം തകർത്ത ഒരു വിദേശ അക്രമി കാട്ടിക്കൂട്ടിയത് എന്താണെന്നുള്ളത് ചരിത്രത്തിന്റെ ഭാഗമാണ്. അതൊരു സ്വാഭിമാനത്തിന്റെ മുഖമാണോ പ്രദാനം ചെയ്യുന്നത്? അതൊരു സ്വാതന്ത്ര്യത്തിന്റെ മുഖമാണോ പ്രദാനം ചെയ്യുന്നത്? വിദേശത്ത് നിന്ന് അക്രമികൾ വന്നിട്ട് കോടാനുകോടി ജനങ്ങൾ ആരാധിക്കുന്ന ഒരു ഭഗവാന്റെ ക്ഷേത്രം തകർത്ത് അവിടെ എന്തും കാട്ടിക്കൂട്ടാം എന്ന് വരുന്നത് സ്വാഭിമാനത്തിന്റെ ചിത്രമാണോ? അങ്ങനെ നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ എനിക്ക് അഭിപ്രായ വ്യത്യാസമല്ല. നിങ്ങൾക്ക് നിങ്ങളുടെ വഴി. എത്ര വർഷങ്ങൾക്ക് മുമ്പാണ്? എത്രയോ വർഷമാകട്ടെ ഉണ്ണി, അത് വളരെ പ്രധാനമാണ്. എത്രയോ വർഷമാകട്ടെ. മാത്രമല്ല KVS ഹരിദാസ്, അങ്ങീ പറഞ്ഞ കാര്യങ്ങളൊന്നും എന്തിനു പ്രധാനം? എനിക്ക് ബോധ്യമാകാത്ത കാര്യങ്ങളാണ്. സുപ്രീം കോടതിക്കൊന്നും ബോധ്യമാവേണ്ട കാര്യമല്ല ഇതൊക്കെ ചരിത്രത്തിന്റെ ഭാഗമല്ലേ? എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ? ആർക്കറിയാം? എന്തിനാ സുപ്രീം കോടതി അതും കൂടി മനസ്സിൽ വെച്ചിട്ടല്ലേ ഈ ഉത്തരവ് ഇറക്കിയിരിക്കുന്നേ? ഇവിടെ ശ്രീരാമൻ ജനിച്ചത് അയോധ്യയിലാണെന്നും
അത് രാമജന്മഭൂമിയാണെന്നും ആരും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. പക്ഷെ അവിടെ അത് ഇവിടത്തെ ജനതയുടെ മനസ്സിൽ ഉള്ളതിനും ശാസ്ത്രീയമായതോ ചരിത്രപരമായ തെളിവുകളിൽ നിന്ന് അതേ കോടതി തന്നെ നിരീക്ഷിച്ചിട്ടുണ്ട് KVS ഹരിദാസ്. എന്ന് മാത്രവുമല്ല, വിശ്വാസം കണക്കിലെടുക്കുന്നു എന്നും പറഞ്ഞിട്ടുണ്ട്. ഒരു കോടതി വിധി ഒരു പക്ഷേ ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും വിശ്വാസം കൂടി കണക്കിലെടുത്തുകൊണ്ട് ഞങ്ങൾ വിധി പറയുന്നു എന്ന് പറഞ്ഞത്. അതിന് കാരണം എന്താ? ആർക്കിയോളജിക്കൽ സർവേയുടെ റിപ്പോർട്ടിലേക്ക് അവർ കടന്നിട്ടില്ല. ആർക്കിയോളജി സർവേയുടെ റിപ്പോർട്ട് പബ്ലിക് ഡൊമൈനിലില്ലേ? ഞാൻ നിങ്ങളൊക്കെ വായിച്ചിട്ടില്ലേ? അത് വളച്ചൊടിക്കാനായിട്ട് ഇടത ചരിത്രകാരന്മാർ നടത്തിയ പ്രവർത്തനങ്ങളും നമ്മുടെ മുമ്പിൽ എക്സ്പോസ് ചെയ്യപ്പെട്ടിട്ടില്ലേ? ആർക്കിയോളജിക്കൽ സർവേയുടെ ഇതൊക്കെ ചരിത്രത്തിന്റെ ഭാഗമാണെന്ന് സംസാരിക്കണമെങ്കിൽ മണിക്കൂർ. BB ലാൽ ആദ്യം ലേഖനം എഴുതിയത് ഏത് പ്രസിദ്ധീകരണത്തിലാണെന്ന് അറിയാവോ? ഇടതുപക്ഷ വ്യാഖ്യാനം അവിടെ നിൽക്കട്ടെ. ശ്രീ KVS ഹരിദാസിന് അത് കൃത്യമായിട്ട് അറിയാൻ പറ്റുമല്ലോ. ഓർഗനൈസറിലാണ് എഴുതിയത്. അല്ല, എവിടെയോ ആയിക്കോട്ടെ എന്ന് പ്രശ്നം. എവിടെയോ ആകാൻ ഇപ്പൊ KK അല്ലല്ല, അങ്ങനെയല്ലല്ലോ. ഒരു ചരിത്ര സത്യം BB ലാൽ കണ്ടെത്തിയാൽ അത് പ്രസിദ്ധീകരിക്കാൻ തയ്യാറുള്ള ഒരു വാരികയ്ക്ക് കൊടുത്താൽ അത് ഓർഗനൈസർ ആയാൽ എന്താ അപകടം? ജന്മഭൂമിയിൽ വന്നിട്ടുണ്ടല്ലോ ലാലിന്റെ ലേഖനങ്ങൾ. ലാല് മാത്രമല്ലല്ലോ, KK മുഹമ്മദിന്റെ അഭിമുഖങ്ങൾ വന്നിട്ടില്ല അന്ന്. അദ്ദേഹം മുസ്ലിം അല്ലേ, കോഴിക്കോടുകാരനല്ലേ? ആ മുസ്ലിമിന് എന്താ താല്പര്യം അത് അയോധ്യയിലെ രാമക്ഷേത്രമാണെന്ന് സ്ഥാപിക്കാൻ? അതെന്താ നിങ്ങൾ കാണാത്തെ? KK മുഹമ്മദ് എന്ന് പറയുന്ന ആർക്കിയോളജിക്കൽ സർവേ അദ്ദേഹമല്ലേ ആ ടീമിനെ നയിച്ചിരുന്നത്? അതെന്താ നിങ്ങൾ കാണാത്തെ? കാരശ്ശേരി മാഷിനൊക്കെ ഓർമ്മയുണ്ടാവും. കണ്ണീർ പാടത്തിൽ വൈലോപ്പിള്ളി പറയുന്നൊരു വരിയുണ്ട്, ഈ കുഴിച്ചു കുഴിച്ച് അനിഷ്ടസ്മൃതികൾ തന്നെ അഴുക്കുപരതിച്ചെന്നെത്തുന്നു നരകത്തിൽ നിന്നാണ്. നമ്മളിങ്ങനെ കുഴിച്ചു പോയിട്ട് നമ്മൾ എത്തിച്ചേരാൻ പോകുന്ന നരകത്തിലാണ്. ഞാൻ അങ്ങയിലേക്ക് വരാം. You are watching Reporter Evening Show.